everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഒരു ഹെൽത്തി ഷോട്ട് ഉണ്ടാക്കിയാലോ. ഇന്ന് നിങ്ങൾ പലരും റീൽസില് ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയായിരിക്കും. സോ ഇന്ന് ഞാൻ അതെങ്ങനെ ഉണ്ടാക്കാം, വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതിന്റെ ബെനിഫിറ്റ്സും ആർക്കൊക്കെ കഴിക്കാം, ആർക്ക് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ഷോട്ടിന് ജസ്റ്റ് 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഓറഞ്ച്, ലെമൺ, ജിഞ്ചർ ആൻഡ് ക്യാരറ്റ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഡൈജഷൻ, നമ്മുടെ സ്കിൻ ഹെൽത്ത് ആൻഡ് നമ്മുടെ ഓവറോൾ എനർജിയെയും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. സോ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലോട്ടേക്ക് പോവാം, എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കാം. If you don't want to strain, it's okay. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കഴിക്കാം. സോ നമ്മുടെ ഷോട്ട് ഇസ് റെഡി. ആൻഡ് ഇനി സം ഇമ്പോർട്ടൻറ്റ് തിങ്, ഇനി എപ്പോഴും ഇത് കുടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്ക്, നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 30 minutes ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ. ആൻഡ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത്ര 30 to 50 ml, അല്ലാതെ വലിയ ഗ്ലാസ്സിലൊന്നും കുടിക്കാൻ പാടില്ല. ജസ്റ്റ് 30 ml അല്ലെങ്കിൽ 50 ml മാത്രം കുടിക്കുക. പിന്നെ ഇത് എപ്പോഴൊക്കെ കുടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീക്കിൽ, നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു വീക്കിലേക്ക് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് അത് ഒരു 4 to 5 times എ വീക്കാണ് നിങ്ങൾ കുടിക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് 7 days കുടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇത് ഹെൽത്തി ഷോട്ട് തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ ലൈക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ, അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർ, കിഡ്നി സ്റ്റോൺ ഉള്ളവർ, കിഡ്നി സ്റ്റോണിന്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ജിഞ്ചർ, ലെമൺ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കുറക്കാം, ലെമൺ, ജിഞ്ചർ അതിന്റെ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ബെസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കുടിക്കുക. ഞാൻ ഇതിൽ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹണി സ്കിപ്പ് ചെയ്യാം. അപ്പൊ അതൊരു ടോട്ടൽ ഹെൽത്തി ഷോട്ട് തന്നെയായിട്ട് മാറും. എനിക്ക് കയ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹണി ആഡ് ചെയ്തത്. പക്ഷെ അധികം ഓവറായിട്ട് ഹണി അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഡെയിലി ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റൊമക്ക് ഇറിറ്റേറ്റ് ആവുകയാണ്, മീൻസ് അസിഡിറ്റി ഇഷ്യൂ ആവുകയാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഇത് ജസ്റ്റ് ഒരു സപ്ലിമെന്റ് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ മീൽസിനെ സ്കിപ്പ് ചെയ്തിട്ട്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും സ്കിപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു ജ്യൂസ് പോലത്തെ ഒരു സംഭവം ഒന്നല്ല. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ആണ്, ഒരു സപ്ലിമെന്റ് ആണ്. എന്താ പറയാ, ഇമ്മ്യൂണിറ്റിക്കും ഡൈജഷനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഓവറോൾ എനർജിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന ഒരു സപ്ലിമെന്റ് തന്നെയാണ് ഈ ഒരു ഷോട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടർമറിക്കും കൂടെ ആഡ് ചെയ്യാം. കാരണം ടർമറിക് ഈസ് ആന്റി ഇൻഫ്ലമേറ്ററി. പിന്നെ വേണമെങ്കിൽ മിന്റ് ആഡ് ചെയ്യാം. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാരറ്റ് നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബട്ട് കീപ് ദി ഇൻഗ്രീഡിയൻസ് സിമ്പിൾ. സോ ഇതാണ് എന്റെ ഒരു സിമ്പിൾ ഒരു ഹെൽത്തി ഷോട്ട്. It's small in size but very powerful for your health. ഞാൻ ഇത് എല്ലാവർക്കും ഒന്നും റെക്കമെൻഡും ചെയ്യത്തില്ല. So if you like this video,
പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ്. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്ത് ചോദിക്കാം. വീണ്ടും ഇതേപോലെ ഹെൽത്തി റൂട്ടീൻസും ഹെൽത്തി ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും ഷെയർ ചെയ്യാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്നാൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ ഹെൽത്തി വീഡിയോസ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഹെൽത്തി.